നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നിന്നെ വിശ്വസിച്ചാ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രകാശിനും വസന്തയ്ക്കുമൊക്കെ എന്നോട് ദേഷ്യമുണ്ട്. ഒരർത്ഥത്തിൽ അവര് പറയുന്നത് ശരി. ഒരു മകന് മാത്രം അച്ഛന്റെ സമ്പാദ്യം കൊടുത്തത് തെറ്റ് തന്നെയാ. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. അനുസരിച്ചിട്ടേ ഉള്ളൂ ഇന്ന് വരെ. പക്ഷെ ഇത് പറ്റില്ല. നീ എന്റെ മോളാ. എനിക്ക് നീയാ മകള്. ഒരു അന്യന്റെ മകളായ ദിയമോളെ കുറിച്ച് നിനക്ക് ഇത്ര വേവലാതിയോ? അപ്പോ എന്റെ സ്വന്തം മകളായ നിന്നെ കുറിച്ച് എനിക്ക് വേവലാതിപ്പെട്ടൂടെ? അതിനെക്കുറിച്ച് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ജീവിതം വെറുത്ത അവസ്ഥയില്ല ഞാൻ. എപ്പോഴാ വഴിയിൽ വീണ് ചാകുമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. നിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു പോകും. വേണ്ടി വന്ന ഈ കൈകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ പിടിച്ചു. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അനുസരിച്ചേ പറ്റൂ. നിങ്ങളെയും കൊണ്ട് ഞാൻ പോവാ എങ്ങോട്ടെങ്കിലും. ഒന്നും പറ്റിയില്ലെങ്കിൽ മരണത്തിലേക്ക്. എന്നാലും എന്റെ മോളെ ഒറ്റയ്ക്കാക്കില്ല ഞാൻ. ഒരു പഫ് എടുത്തു. ഇതിപ്പോ സ്ഥിരം പരിപാടിയാണല്ലേ? അല്ല, അച്ഛൻ എന്താ ഇവിടെ? ഞാൻ വാടക കൊടുക്കുന്ന വീടല്ലേ. എന്താ എനിക്കിങ്ങോട്ട് വന്നൂടെ? പണിയെടുക്കാതെ ശരീരം സൂക്ഷിച്ച് ജീവിക്കുന്നവനാ നീ. ഇനി പണിയെടുത്ത് ജീവിക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ചുമതലകൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നീ തിരിച്ചറിയണം. എന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നിന്നെ വിശ്വസിച്ചാ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രകാശിനും വസന്തയ്ക്കുമൊക്കെ എന്നോട് ദേഷ്യമുണ്ട്. ഒരർത്ഥത്തിൽ അവര് പറയുന്നത് ശരി. ഒരു മകന് മാത്രം അച്ഛന്റെ സമ്പാദ്യം കൊടുത്തത് തെറ്റ് തന്നെയാ. ഈ കാര്യത്തില് അവർക്ക് എന്നോട് തീർത്താ തീരാത്ത ശത്രുതയുണ്ടെന്ന് നിനക്കറിയാലോ. അറിയാ സർ. ആ പണം ഫലപ്രദമായി വിനിയോഗിച്ച് നീ ജീവിതത്തിൽ വിജയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും രക്ഷപ്പെടാനുള്ളൊരവസരം നിനക്ക് കിട്ടിയെന്ന് വരില്ല. സ്വന്തം ഭാര്യ വീട്ടിൽ പോലും ഒരു വിലയും നിലയുമില്ലാത്ത അവസ്ഥയാ നിനക്കിപ്പോ. അത് മാറണമെങ്കിൽ ഇപ്പൊ ലഭിച്ച സന്ദർഭം ശരിക്കും മുതലാക്കണം. ഒരു വലിയ ബിസിനസ്സുകാരനായി നീ മാറണം. ഒരുപക്ഷെ ഇങ്ങനെ ഉപദേശിക്കാൻ നാളെ നിന്റെ അമ്മയോ ഞാനോ ഉണ്ടായിന്ന് വരില്ല.
നിന്റെ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം അച്ഛന് കിട്ടിയെന്ന് വരില്ല. നിന്റെ ജീവിതം, നിന്നെ വിശ്വസിച്ച് മണിമാളികയിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ഹരിതയുടെ ജീവിതം, നിങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജീവിതം, ഇതൊന്നും പാഴാക്കരുത് മോനെ. നിന്റെ ശ്വാസകോശത്തെ കാർന്ന് തിന്നുകൊണ്ടാണ് ഈ സിഗരറ്റ് എരിഞ്ഞു തീരുന്നത്. സിഗരറ്റ് പോലെ സ്വന്തം ജീവിതത്തെ എരിച്ചു തീർക്കരുത്. ആ, എന്റെ ഉപദേശം നീ സ്വീകരിക്കുന്നെങ്കിൽ ഈ സിഗരറ്റ് വലിച്ചെറിയണം. ഇല്ലെങ്കിൽ വീണ്ടും കത്തിക്കാം, പുകയെടുക്കാം. ഉം? ഉം. സിഗരറ്റിനൊക്കെ ഇപ്പൊ മുടിഞ്ഞ വിലയാ. അച്ഛന്റെ കാലഹരണപ്പെട്ട ഉപദേശം കേട്ട് സിഗരറ്റ് വാങ്ങിയ പണം പാഴാക്കാൻ എനിക്ക് പറ്റില്ല. ഹോ, കുറ്റിക്കുണ്ട് വില. ബോർഡിംഗ് സംവിധാനമുള്ള ഒരു സ്കൂളിന്റെ ബ്രോഷർ ദിയമോളെ നമുക്ക് അവിടെ നിർത്തി പഠിപ്പിക്കാം. ഒരു ലോകം, എനിക്ക് മറ്റൊരു ലോകം. ഞങ്ങൾക്കിടയിൽ അങ്ങനെ രണ്ട് ലോകം ഇല്ലല്ലോ. ഞങ്ങളൊരു മനസ്സും ഒരു ശ്വാസമാണ്. എന്റെ ലോകം തന്നെ എന്റെ ദിയമോള. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.